വെച്ചുകൊണ്ട് ഒരു പോപ്കോൺ ഉണ്ടാക്കാം. അത് മുക്കി കഴിക്കാനുള്ള ഒരു സോസും ഉണ്ടാക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ എല്ലില്ലാത്ത കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ ഇത് കണ്ടില്ലേ, ഇറച്ചി ചെറുതായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കതിലേക്ക് നല്ലതുപോലെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു പാതി നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം പാടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മുട്ടയുടെ ഉണ്ണിയൊക്കെ ഉടച്ച് എല്ലാം നന്നായിട്ട് എല്ലായിടത്തും മസാല പെടേണ്ട രീതിയിൽ നമുക്ക് ഇത് കുഴച്ച് വെക്കാം. ഉപ്പൊക്കെ പെടേണ്ട രീതിയിലേ ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ മിക്സാവട്ടെ. നന്നായിട്ട് മിക്സായിട്ടുണ്ട് മസാലയൊക്കെ. ഇതിൽ പാലിന് പകരം തൈരും ഒഴിക്കാട്ടോ. തൈര് ഒഴിക്കുകയാണെങ്കിൽ നാരങ്ങയുടെ നീര് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് മുക്കി കഴിക്കാനുള്ള സോസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കണ്ണൊക്കെ ചൂന്തെടുത്തിട്ടുണ്ട്. പിന്നെ നടുക്ക് ഓരോരു വര വരച്ചിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുമ്പോൾ തോല് കിട്ടാൻ വേണ്ടിയിട്ടാണ് വരഞ്ഞിക്കണത് കേട്ടോ. ഈ തക്കാളി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ചെറിയ തക്കാളിയാണ് വാങ്ങാൻ കിട്ടുന്നത് ഇപ്പോൾ. അതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തക്കാളിയാവും ഇരിക്കുന്നത്. ഒരു 4 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനി മൂടി വെക്കാം. അവിടെ ഇരുന്ന് വേകട്ടെ. നമുക്കിനി തുറന്ന് നോക്കാം. തക്കാളി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തോലൊക്കെ ഊരിയാലേ പഴത്തിൻ്റെ തോല് ഊരിയ പോലെ സൂപ്പറായിട്ട് വരും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതൊന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് തോലൊക്കെ ഒന്ന് ഊരിയെടുക്കാം. നമുക്ക് ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്കിത് കണ്ടില്ലേ എങ്ങനെ തോല് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കുരുവൊന്നും ഇപ്പോൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് മിക്സിയിൽ അടിച്ചിട്ടേ തരിപ്പയിലൊന്ന് തരിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ കരടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പോന്നോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്നൊന്ന് തരിച്ചെടുക്കാം. ഇത് തരിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ കുരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ തോല് കളഞ്ഞതിൻ്റെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് തരിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തരിച്ചെടുത്താലാണ് ഇതിൻ്റെ തക്കാളിയുടെ പഴുപ്പൊക്കെ നേരം പോലെ വരുള്ളൂ കേട്ടോ. ഇത് അതിൻ്റെ തരികളാണ് കണ്ടില്ലേ. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തരിച്ചത്. ഇനി നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് നമ്മളുണ്ടാക്കിയ തക്കാളി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി 2 ടീസ്പൂണ് കടുക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക. കടുക് പൊടി കടയിൽ നിന്ന് വാങ്ങണ്ട, നമുക്ക് തന്നെ പൊടിച്ചെടുക്കാം. നമുക്കിനി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ ഒരു 4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇറക്കി വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടിയായി വരും കേട്ടോ. ഇത് നമുക്കിനി ഇറക്കി വെക്കാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ഇറച്ചി നോക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചി മസാലയൊക്കെ കുടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വീർത്ത് മസാലയൊക്കെ കുടിച്ച് കുതിർന്നിരിക്കുന്നുണ്ട്. നമുക്കിതിനി പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഇറച്ചി നമുക്ക് മുക്കിയെടുക്കാനുള്ളതാണ്. പിന്നെ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആദ്യം ഒരു കഷ്ണം ഇറച്ചി എടുക്കാം. എന്നിട്ട് ഈ മാവിലിങ്ങനെ ഇടാം. ഇട്ടിട്ട് ഇത് മുക്കിയെടുക്കുക. ഇതിങ്ങനെ അമർത്തമൊന്നും ചെയ്യരുത്. ഇങ്ങനെ സാധാ ഇങ്ങനെ മുക്കി എടുത്താൽ മതി, ഉരുട്ടിയിട്ട്. ഇനി നമുക്കൊന്ന് പതുക്കെ കുടയാം. ഇതിനി ഒരു 3 സെക്കൻഡ് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. നല്ല തണുത്ത ഐസ് കട്ട പോലത്തെ വെള്ളം വേണം കേട്ടോ. അതേപോലത്തെ വെള്ളമാണ് ഇത്. ഇനി നമുക്കിത് ഇനി എടുക്കാം. പതുക്കെ എടുത്താൽ മതിയേ. ഇനി നമുക്ക് ഈ മാവിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ നമുക്ക് ഉരുട്ടിയിട്ടെടുക്കാം. നമുക്കിനി ഇത് എടുക്കാം. എടുത്തിട്ടൊന്ന് കുടഞ്ഞെടുക്കാം. കണ്ടില്ലേ, നമ്മൾ KFC നിന്ന് വാങ്ങാൻ പോണ പോലത്തെ ഇറച്ചി കണ്ടില്ലേ. നമുക്കിത് പാത്രത്തിൽ വെക്കാം. ഇത് നമുക്കിപ്പോൾ കുറച്ച് ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് കൊടുക്കാം. അതാവുമ്പോഴത്തേക്ക് മറ്റേത് റെഡിയാക്കി എടുക്കാം. വല്ലാതെ ചൂട് വേണ്ട, ഒരു മീഡിയം ലെവലിൽ ചൂടായാൽ ഇട്ട് കൊടുക്കണേ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇറച്ചിയുടെ ഉള്ളൊക്കെ നല്ലപോലെ വേഗണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാൻ പറയുന്നത്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ലെവലിൽ വേണം തീ കത്തിക്കാൻ കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ആദ്യം ഇട്ട ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അയ്യോ, കുടുകുടുന്ന് കെട്ടിയിടുമ്പോൾ കണ്ടില്ലേ. മക്കളെ, നമ്മുടെ ചിക്കൻ പോപ്കോണും സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിൽ ഇനി ഒന്ന് കഴിച്ചു നോക്കിയാലോ. ഇതിൽ നമുക്ക് ആദ്യം ഒരെണ്ണം എടുത്ത് പൊളിച്ചു നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ പോപ്കോണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് സോസിലൊന്ന് പതുക്കെ മുക്കി കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ പോപ്കോണ് സൂപ്പറാണ്.
നമ്മുടെ പോപ്കോൺ ചൂടോടെ തിന്നുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ കൂടി മറക്കണ്ട കേട്ടോ മക്കളാ.